ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ലോക പരിസ്ഥിതി ദിന ക്വിസ് 2026 പാർട്ട് 4 ആണ്. 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. 15 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉത്തരം എന്ത്? ഓസോൺ പാളിയാണ്. ഓസോൺ പാളിയാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിനെതിരെ ഉത്തരാഖണ്ഡിൽ രൂപം കൊണ്ട പ്രശസ്തമായ ജനകീയ സമരം ഏതാണ്? നമ്മുടെ ഇന്ത്യയിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിനെതിരെ ഉത്തരാഖണ്ഡിൽ രൂപം കൊണ്ട പ്രശസ്തമായ ജനകീയ സമരം ഏതാണെന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ചിപ്കോ പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിനെതിരെ ഉത്തരാഖണ്ഡിൽ പുറപ്പെട്ട സമരം. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം. ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നേരത്തെ നമ്മൾ നോക്കിയ ചിപ്കോ. ഉത്തരം കെട്ടിപ്പിടിക്കുകയാണ്. ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത് കെട്ടിപ്പിടിക്കുക എന്നാണ് കേട്ടോ. മൂന്നാമത്തെ ചോദ്യമാണ്. ഇനി നാലാമത്തെ ചോദ്യം. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു? ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു? ഇതാണ് നാലാമത്തെ ചോദ്യം വരുന്നത്. ചിപ്കോ പ്രസ്ഥാനം. അപ്പോൾ സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവ്. സുന്ദർലാൽ ബഹുഗുണ. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതാണ് അഞ്ചാമത്തെ ചോദ്യം. ഇത് പലർക്കും അറിയുണ്ടാവും. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇപ്പോൾ ഡോക്ടർ സലിം അലിയാണ് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഒരു പ്രധാന ചോദ്യമാണ്. എല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ വനസംരക്ഷണത്തിനായി രൂപീകരിച്ച നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയിലെ വനസംരക്ഷണത്തിനായി രൂപീകരിച്ച നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഇതാണ് ചോദ്യം. ആറാമത്തെ ചോദ്യമാണ് കേട്ടോ. ഉത്തരം 1980 ആണ്. 1980 വനസംരക്ഷണത്തിനായി രൂപീകരിച്ച നിയമം നിലവിൽ വന്ന വർഷം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ഏറ്റവും പഴയ നാഷണൽ പാർക്ക് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴയ നാഷണൽ പാർക്ക് ഏതാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴയ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. അത് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ഇത് പലവർക്കും അറിയുണ്ടാവും കേട്ടോ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ഉത്തരം വരുന്നത് ആനയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ് കേട്ടോ. നമുക്കിനി 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ സംസ്ഥാനം ഏതാണ്? അപ്പോൾ സിക്കിമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ സംസ്ഥാനം. ഇനി നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം.
ഇനി 5 ചോദ്യങ്ങൾ വരുള്ളൂ കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ഏതാണ്? ഇപ്പോൾ തെന്മലയാണ് കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി. കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്, കൊല്ലം ജില്ലയിൽ. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണ്? കേരളത്തിലാണ് കേട്ടോ. നേരത്തെ നമ്മളത്തെ ഇന്ത്യയിലെ ഏറ്റവും പഴയ നാഷണൽ പാർക്കാണ് നോക്കിയത്. പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോല ഇടുക്കിയാണ് കേട്ടോ. ഇടുക്കി ജില്ലയിലാണ് പാമ്പാടും ചോല സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമുക്ക് 12ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? 12ാമത്തെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കൊടുമുടി. ഇനി നമുക്ക് 13ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കേരള വന ഗവേഷണ കേന്ദ്രം KFRI സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പോൾ പീച്ചി തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള വന ഗവേഷണ കേന്ദ്രം പീച്ചി തൃശ്ശൂർ. 14ാമത്തെ ചോദ്യമാണ്. ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടം ഇടം പിടിച്ച വർഷം ഏതാണ്? ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടം ഇടം പിടിച്ച വർഷം ഏതാണ്? ഉത്തരം 2012 2012ലാണ് ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടം ഇടം പിടിച്ച വർഷം. 15ാമത്തെ അവസാന ക്വസ്റ്റ്യനാണ്. ശബ്ദ മലിനീകരണം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ശബ്ദ മലിനീകരണം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? അപ്പോൾ ഉത്തരം വരുന്നത് ഡെസിബലാണ്. ഡെസിബലിൻ്റെ ഷോർട്ട് ഫോം ആണ് dB. അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മളുടെ പരിസ്ഥിതി ദിന ക്വിസ് പാർട്ട് 4 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പാർട്ട് 1ഉം 2ഉം കാണാത്തവരാണെങ്കിൽ അത് പോയി കാണണം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക കേട്ടോ. Thank you for watching.